ഹായ് ഫ്രണ്ട്സ്, മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 16 വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് ടാസ്കുകളാണ് കേട്ടോ പ്രധാനം. വീക്ക്ലി ടാസ്ക്കാണ് പ്രധാന സംഭവം. പണിപ്പുരയിലേക്കുള്ള പ്രവേശനത്തിനുള്ള ടാസ്കുകൾ, പിന്നെ അപ്പാനി ശരത്തും നമ്മുടെ ഷാനവാസും തമ്മിലുള്ള വഴക്കും കാര്യങ്ങളൊക്കെ. ഗിസേലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷാനവാസ് നോക്കുന്നു. അങ്ങനെ ചില സംഭവ വികാസങ്ങളൊക്കെയാണ് ഇന്ന് നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ മോർണിംഗ് സോങ് കേട്ടോ. ആരാമൻ നിറഞ്ഞേ ആഘോഷം തുടങ്ങി ആ പാട്ടായിരുന്നു. അതെല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പാട്ട് കഴിഞ്ഞിട്ട് സുപ്രഭാതം ബിഗ് ബോസ് എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഫസ്റ്റ് കാണിക്കുന്നതിന് അപ്പാനി നമ്മുടെ അക്ബറുമായിട്ട് സംസാരിക്കുകയാണ്. അക്ബറിനടുത്ത് പറയാം, മറ്റേ ഷാനവാസിനെ പറ്റി പറയാം, ആദ്യം അവനെ ഔട്ടാക്കണം. ഇന്നലെ തുടങ്ങിയതാണ് എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവൻ്റെ ഒരു ഹീറോ പരിവേഷം, ഒരു ഷോ വർത്തമാനം എല്ലാം തീരുമാനമാക്കണം. ഞാൻ ഇപ്പോൾ കുടിക്കുന്ന വെള്ളമാണ് സത്യം, അവനെ ആദ്യം ഞാൻ ഔട്ടാക്കിയിട്ട് ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഔട്ടാവണം, എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കേണ്ട. അപ്പം അക്ബർ എന്നിട്ട് പറയാം, പിന്നെ ആദില നൂറ് അവന് സപ്പോർട്ടാണ്. ഞാൻ അവരോട് സീക്രട്ടായിട്ട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അവർ അയാളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടല്ലേ അറിഞ്ഞത് എന്നൊക്കെ പറയാം. പിന്നെ അടുത്തത് നേരെ കിച്ചണാണല്ലോ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ അനീഷിൻ്റെ കണ്ടൻറ്റൊക്കെ ഇരിക്കുന്നത് കിച്ചണാണ്. പക്ഷേ ഈ പ്രാവശ്യം കിച്ചൺ ടീമിലല്ല അനീഷ്, എന്നാലും കണ്ടൻറ്റിന് കുറവൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ എന്താണ് അപ്പാനിയും അനുവൊക്കെ കൂടെ ഇങ്ങനെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഓറഞ്ച് ടോട്ടൽ 31 ഓറഞ്ച് ഉണ്ടായിരുന്നു. അതിൽ അവർ കുറച്ച് എല്ലാവർക്കും ഓരോ ഓറഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 14 ഓറഞ്ച് കാണണം. അതിൽ 7 എണ്ണം ഉള്ളൂ. ഇപ്പം ബാക്കി ഓറഞ്ച് എവിടെയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കുമ്പോൾ ആദ്യമൊന്നും ആരും ഒന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റെനയുടെ പറഞ്ഞു, ഈ ബട്ടർ ഹണി അച്ചാറൊക്കെ എവിടെയെന്നൊക്കെ ചോദിച്ച് നമ്മൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാനവാസ് സംസാരിച്ച് വന്നപ്പോൾ ഷാനവാസാണെങ്കിൽ ഓറഞ്ച് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അനീഷ് ഷാനവാസ് എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷാനവാസ് പറഞ്ഞു, ഞാൻ എടുത്തെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, ഞാൻ മാത്രമല്ല കഴിച്ചിട്ട് പലർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെന പറഞ്ഞു, ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആകെ ഒരു സ്ലൈസ് എടുത്തിട്ടുള്ളൂ, അത് ഞാൻ മറ്റേ എന്താണ് ചപ്പാത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് പലർക്കും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അനീഷ് ഷാനവാസ് ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഭിലാഷ് അവിടെ നിന്ന് പറയാം, വെറുതെ വിട്ടേക്ക്, BP പേഷ്യൻ്റാണെന്ന് പറയട്ടെ. അപ്പോൾ അക്ബർ അവിടെ നിന്ന് പറയാം, നീ അത് എടുത്തിട്ട് നീ അത് പറഞ്ഞിട്ടില്ല, ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ ഫസ്റ്റ് തന്നെ. പിന്നെ ബട്ടറിൻ്റെ കേസ് നീയല്ലേ എടുത്തിട്ടത്, ഓറഞ്ചിൻ്റെ കേസ് നീ ഒന്നും മിണ്ടിയില്ലല്ലോ എന്നൊക്കെ പറയണേ. അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. നിന്നോട് ചോദിച്ചപ്പോഴല്ലേ നീ പറഞ്ഞത് എടുത്തെന്ന്. അപ്പോൾ എന്നിട്ട് അക്ബർ, അവൾ നിന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, നീയാണ് അവൾ കള്ളിയാണെന്ന് പറഞ്ഞാൽ. അപ്പം നിൻ്റെ മാന്യത എന്തുണ്ടെന്ന് അറിയാലോ, അവളെ നീ വെറുതെ കള്ളിയെന്ന് പറഞ്ഞു. സെയിം കാര്യം തന്നെ നീ ചെയ്തിട്ട് നീ കള്ളത്തരം ചെയ്തിട്ടില്ല. ഷാനവാസ് പറഞ്ഞു, നിൻ്റെ മാന്യത എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, വെറുതെ മാപ്പ് പറഞ്ഞ എൻ്റെ പുറകെ വരും. നമ്മുടെ അപ്പാനി മാപ്പ് പറഞ്ഞ് പുറകെ വരണതിനെ പോയിന്റ് ചെയ്തിട്ടാണ് പറയട്ടെ. പിന്നാലെ നടക്കുക. അപ്പോൾ അക്ബർ, അതിനെന്താ മാപ്പ് പറഞ്ഞ് പുറകെ നടക്കണമെങ്കിൽ എന്താ മാന്യത കുറവുള്ളത്? ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിച്ച് മാപ്പ് പറയുന്നത് നല്ലല്ലേ, അതല്ലേ മാന്യത എന്ന് പറയാം. ഷാനവാസും രണ്ടുപേരും അങ്ങോട്ടും കൂടെ പറയാം. ഷാനവാസും അക്ബറും കൂടെ സംസാരിച്ച് ഷോൾഡർ വെച്ചൊന്ന് തട്ടുന്നുണ്ട് കേട്ടോ. അത് ഫിസിക്കലായിട്ടില്ല, എന്നാലും ഫിസിക്കലിനുള്ളൊരു സാധ്യത വരെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അനീഷൊക്കെ നടക്കുന്നുണ്ട്, രണ്ടുപേരും അകലം വലിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും മാറ്റി നിർത്തുന്നുണ്ട്. പിന്നെ അതിന് അടുത്ത സീനിൽ നമ്മുടെ അപ്പാനി രേണുമായിട്ട് സംസാരിക്കാം. തലേ ദിവസം രേണു ഈ അപ്പാനിയുടെ ബിൻസിലൊക്കെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ആരായിട്ട് നമ്മുടെ ശാരികയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഈ കാര്യം വേറെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ ശാരിക അടുത്ത് പറഞ്ഞു കൊടുത്ത് തന്നെ രേണുവാണ്, പക്ഷേ ഇതൊന്നും അറിയില്ല. അപ്പോൾ അപ്പാനി രേണുവിനെ വിളിച്ചിട്ട്, എനിക്കൊന്ന് ചേച്ചിയോട് സംസാരിക്കണം, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്, പറയടാ എന്ത് പറ്റിയടാ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വൈഫിനെയും കുട്ടികളെയൊക്കെ ഒന്ന് കാണണം, ഞാൻ ആക്ച്വലി ബിൻസിയായിട്ട് കൂട്ടായിരുന്നു, അറിയാലോ, 2-3 ദിവസമായിട്ടുള്ള കൂട്ടായിട്ട്. അപ്പം ഞങ്ങൾ എന്താ പറയുക, കുറച്ച് ഓവറായിട്ട് സംസാരിച്ചു, അതൊക്കെ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അത് പുറത്ത് ഇനി എങ്ങനെ പോയതെന്നൊന്നും അറിയില്ല. അപ്പോൾ വൈഫിനും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമം പറയാം. എനിക്കൊന്ന് അവരായിട്ട് സംസാരിക്കണം, ഞാൻ ബിൻസി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഞാൻ കരഞ്ഞു. അതിപ്പോൾ നിങ്ങൾ പോയാലും ഞാൻ കരയും, പക്ഷേ ഷാനവാസ് അവൻ പോയാൽ ഞാൻ കരയൂല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരെയും സോഫയിൽ വിളിച്ചെത്തി. അതുകഴിഞ്ഞിട്ട് പണിപ്പുര ഈ പ്രാവശ്യം ആകെ ഒരു തവണയെ തുറക്കുകയുള്ളൂ. അതിനൊരു ടൈമർ ലോക്ക് വെച്ചിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് ടൈമർ തീരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 5 ടാസ്കുകൾ വരും. 5 ടാസ്കുകളിൽ നിന്നും 3000 പോയിൻറ്റ്സ് അവർക്ക് നേടിയെടുക്കാൻ പറ്റും, ഗെയിം കളിക്കുന്നതനുസരിച്ച്, ജയിക്കുന്നതനുസരിച്ച്. ഇപ്പോൾ ഫുൾ 3000 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 20 സെക്കൻഡാണ് പണിപ്പുരയിൽ കയറാനുള്ള സമയം കിട്ടുന്നത്. 10 ആൾക്കാർക്ക് കയറാം. ഇനിയിപ്പോൾ 2000 ആണ് പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ 10 സെക്കൻഡ് സമയം 5 ആൾക്കാർക്ക് കയറാം.
1000 പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ 5 സെക്കൻഡ് ഉണ്ട് ഒരാൾക്ക് കയറാം. ഇനിയിപ്പം 1000-ൽ കുറവാണെങ്കിൽ ആർക്കും കയറാൻ പറ്റില്ല. മണിപ്പുര ക്ലോസ്. അങ്ങനെ പിന്നെ എന്നിട്ട് ഷാനവാസ് ആദിലായിട്ട് സംസാരിക്കാൻ കേട്ടോ. ഓട്ടയിൽ പോകുന്ന സമയത്ത് എന്തായിരുന്നു പ്രകടനം, നീ കണ്ടതല്ലേ? എന്ത് ഇത് യാത്ര പറഞ്ഞ് കരഞ്ഞത് അതാണോ? അത് അയാളുടെ ഗെയിമായിരിക്കും. ഇപ്പം ഫാമിലിയുടെ കേസൊക്കെ അല്ലേ, എന്തിനാ ഇതൊക്കെ പറയണമെന്ന് എനിക്ക്. അന്ന് ഇത് എൻ്റെ ഗെയിം, ആ കുട്ടി പോയല്ലോ, പിന്നെ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അവർ ഞാനത് പ്രയോഗിക്കും, ഞാനത് എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. വല്ലതും ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ വരട്ടാൻ വേണ്ടിയിട്ട് പുറകെ നടക്കട്ടെ, ഞാൻ മാപ്പൊന്നും പറയാൻ പാടില്ല, അത് എൻ്റെ ഗെയിമാണ്, ഞാൻ പക്ഷെ അത് പ്രയോഗിക്കില്ല, എന്നാലും എൻ്റെ കയ്യിൽ ഒരായുധമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയണ്ട. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ മാറ്റേഴ്സൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയില്ല. അതിപ്പോൾ ഓൾറെഡി ഔട്ടായി പോയി ആ കുട്ടി. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ഇതിലെ പോലെ ജാസ്മിനും പയ്യനും കൂടി ഉണ്ടായിരുന്നില്ലേ, അവരുടെ പല ഡിസ്കഷൻ വന്നാൽ പിന്നെയും മനസ്സിലാക്കിയത്. ഇപ്പോൾ ആളില്ല, ഔട്ടായി പോയി. പിന്നെ ആ മാറ്റർ എടുത്തിട്ടിട്ട് അപ്പാനീനെ വരട്ടണം എന്തിനാന്ന് മനസ്സിലാക്കണം. അതൊരു ചീപ്പ് ഗെയിം പോലെ തോന്നുന്നു. പിന്നെ എന്നിട്ട് ഗിസയിൽ സംസാരിക്കാം, നമ്മുടെ ആര്യയൊക്കെ ആയിട്ട് സംസാരിക്കട്ടെ. ഗിസയിൽ പറയും ഈ ആദിലിനോട് അവർക്ക് ഗെയിമേ ഇല്ല. അപ്പോൾ ആര്യ പറയാം ഒരാളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കും, പിന്നെ എന്നിട്ട് ഒപ്പീനിയൻ വാങ്ങിച്ച് അതിൻ്റെ പിന്നെ വേറെ ആളെടുത്ത് ഇരിക്കുമ്പോൾ അയാൾ പറയണതാണ് ശരിയെന്ന് തോന്നും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒപ്പീനിയൻ എടുത്ത് കിടക്കുക, ഇത് തന്നെ അവരുടെ പണി, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗെയിമൊന്നും ഇല്ലാന്നറിയാം. പിന്നെ എന്നിട്ട് ആദില അപ്പാനെ അടുത്ത് സംസാരിക്കുക. ഇത് അപ്പാനി പറയും എനിക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല, അക്ബർ ഷാനവാസ് തമ്മിൽ ഫൈറ്റാണ്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്. എന്തായാലും ഞാൻ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ അതിൽ ഇക്ക പോയിട്ടൊന്ന് സംസാരിക്കുക. അപ്പോൾ പറയാം പുള്ളി കേൾക്കില്ല, ഞാൻ സംസാരിച്ചാലും കേൾക്കില്ല എന്ന് പറയാം. പുള്ളീനെ അറ്റാക്ക് ചെയ്യുന്നത് ഭയങ്കര വിഷമമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയാം. അപ്പോൾ അപ്പാന് ഞാൻ ക്ഷമ പറയാൻ വില്ലിങ്ങാണ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അതിൽ തന്നെ പോയിട്ട് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ട്. എന്നോട് സംസാരിക്കേണ്ട, അവൻ്റെ നാടകമാണ്, വെറുതെ എൻ്റെ അടുത്ത് ചിരിച്ചിട്ട് ഇക്ക അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എനിക്കെതിരെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കതിനെ കളിക്കുകയും ചെയ്യും, എനിക്കത് നല്ലോണം അറിയാം, അവൻ്റെ നാടകമാണത്, ഞാൻ അത് വിശ്വസിക്കില്ല, എനിക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ ഫസ്റ്റ് ബ്രേക്കിലേക്ക് പോകണം കേട്ടോ. പിന്നെ പണിപ്പുര ടാസ്ക് വരികയാണേ. പണിപ്പുര ടാസ്കിൽ ഫസ്റ്റ് എം ഓർ യക്ക്, അതായത് ഇവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കും. എ ടീമിന് വേറെ ബി ടീമിന് വേറെ, അങ്ങനെ 4 ടൈപ്പ് ഫുഡ്. അതിൽ ഒന്ന് നന്നായിട്ട് ഉണ്ടാക്കിയതായിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്, മറ്റേത് വേറെ ടേസ്റ്റിലുള്ള, അങ്ങനത്തെ 2 ടൈപ്പ് ഭക്ഷണം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു പ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിൻ്റെ അടിയിലാണ് അത് എം ഭക്ഷണമാണോ അല്ലെങ്കിൽ അത് എഗ് ഭക്ഷണമാണോ എന്ന് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ടീം മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവണം ഇത് നല്ല എമ്മി ഫുഡാണോ അല്ലെങ്കിൽ എഗ് ഫുഡാണോ എന്ന് ഇവർ തിരിച്ചറിയണം. അപ്പോൾ ഇവർ പറഞ്ഞ കറക്റ്റ് ആണെങ്കിൽ പറഞ്ഞ ടീമിന് പോയിന്റ് കിട്ടും, ഇല്ലെങ്കിൽ ഈ കഴിച്ച ടീമിനാണ് പോയിന്റ് കിട്ടുന്നത്. ടീം എന്തായാലും നമ്മുടെ ബിഗ് ബോസ് തന്നെ തിരിച്ചിട്ടുണ്ട്. ഷാനവാസ്, ശരത്, അത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ചിരി തുടങ്ങിയിട്ടാണ്. രണ്ടുപേരും ഇപ്പോൾ ഒരു ടീമായിട്ട് നിൽക്കാൻ പറ്റിയ സമയമാണ്. പിന്നെ രേണു, നൂറ, ഗിസേൽ, ബിനി, ഷാരിക, ഒണീൽ, ശൈത്യ, ഇത്രയും പേരാണ് ഒരു ടീം. പിന്നെ അടുത്ത ടീം അക്ബർ, അനു, അനീഷ്, റെന, അഭിലാഷ്, സരിക, നവീൻ, ആര്യൻ, ആദില, ഇത്രയും പേരാണ് അടുത്ത ടീം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗെയിം തുടങ്ങി. ഫസ്റ്റ് തന്നെ നൂറ ഭക്ഷണം കഴിക്കുന്നു, അത് എമ്മി ആയിരുന്നു. എ ടീം കറക്റ്റായിട്ട് പറഞ്ഞു, മറ്റേ ബി ടീം തെറ്റിച്ചു, അപ്പോൾ എ ടീമിന് പോയിന്റ് കിട്ടി. പിന്നെ അപ്പാനി വന്നിട്ട് അത് എക്ക് ഭക്ഷണമായിരുന്നു, അത് ബി ടീമിന് പോയിന്റ് കിട്ടി. ഗിസേൽ എമ്മി ആയിരുന്നു, എ ടീമിന് പോയിന്റ് കിട്ടി. ഒണീൽ എക്ക് ആയിരുന്നു, എ ടീമിന് കിട്ടി. പിന്നെ അതിന് അടുത്ത ഗെയിം അതിൽ നവീൻ ഫസ്റ്റ്, അതിൽ എം ആയിരുന്നു, അതിന് ബി ടീമിനാണ് പോയിന്റ് കിട്ടിയത്. പിന്നെ അനീഷ് എക്കായിരുന്നു, അതിൽ എ ടീമിന് പോയിന്റ് കിട്ടി. ആദില എം ആയിരുന്നു, എ ടീമിന് പോയിന്റ് കിട്ടി. അനു എം ആയിരുന്നു, എ ടീമിന് പോയിന്റ് കിട്ടി. അങ്ങനെ 6 പോയിൻറ്റ്സ് എ ടീമിനും 2 പോയിൻറ്റ്സ് ബി ടീമിനുമായിട്ടാണ് കിട്ടിയത്. അതിൽ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയതിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ അയാൾക്ക് ഡയറക്റ്റായിട്ട് പണിപ്പുരയിൽ പോകാം. അങ്ങനെ ആ ടീം സെലക്ട് ചെയ്ത് ഗിസേലിനായിരുന്നു കേട്ടോ. പിന്നെ എന്നിട്ട് അനീഷും അനുവും കൂടെ ഇന്ന് ട്രിവാൻഡ്രം ഭാഷയിൽ സംസാരിക്കുകയാണ്. ജസ്റ്റ് ഒരു കോമഡി പോലെ അങ്ങനെ ചെറിയൊരു സീൻ. അനീഷ് പറഞ്ഞു വന്നപ്പോൾ മറ്റേ നമ്മുടെ തൃശ്ശൂരും തിരുവനന്തപുരം എല്ലാം കൂടെ കൂടിയൊരു ഭാഷയിലായിട്ടാണ് പറഞ്ഞത്.
പിന്നെ എന്നിട്ട് അപ്പാനി ഷാനവാസിൻ്റെ പുറകെ നടക്കുകയാണ്. നിങ്ങളൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക, എനിക്ക് സംസാരിക്കേണ്ടതെന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഇക്കാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ അടുത്ത് തന്നെ രേണു ഇരിക്കുന്നുണ്ട്. നോക്ക് ചേച്ചി, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? എനിക്ക് പറയാം, ഞാൻ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പല രീതിയിൽ മറ്റുള്ളവരെ തോൽപ്പിക്കുകയല്ലേ. ഇപ്പം എൻ്റെ കൂടെ ബെഡിൽ ഒരുമിച്ചിരിക്കുന്ന ആളാണെങ്കിലും നാളെ ഞാൻ അയാൾക്കെതിരെ സംസാരിക്കണം. ഇത് ഗെയിം അങ്ങനെയല്ലേ, അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ സംസാരിക്കണത്. അല്ലാണ്ട് എനിക്ക് വ്യക്തി വൈരാഗ്യമൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇല്ലല്ലോ. പിന്നെ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയും. രേണു പറയും, എന്താ പറയുക, ഇപ്പോൾ അയാളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പനോട് ഞാൻ 2 പ്രാവശ്യം പോയി മിണ്ടിയില്ല, എന്നിട്ടും അയാളെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് പറയാനൊക്കെ പറഞ്ഞ് രേണു സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് അപ്പാനി മറ്റേ ഷാനവാസും ഗിസേലൊക്കെ കൂടെ ഇരിക്കുക. അപ്പോൾ അവിടെ അപ്പാനി എന്നിട്ട് ഞാൻ വന്ന അപ്പം ഈ പുള്ളി എണീറ്റ് പോകും എന്നൊക്കെ പറയുക. എന്നിട്ട് പുള്ളി അക്ബർ വിഷയത്തിൽ ഞാൻ അക്ബറിൻ്റെ കൂടെയാണ് നിൽക്കണതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എനിക്ക് എതിരെ നിൽക്കണേ. അപ്പോൾ ഷാനവാസ് പറയാം, നോണ കുറേ പ്രാവശ്യം പറഞ്ഞാൽ സത്യമാവില്ല, ഇവൻ അക്ബറിൻ്റെ കരുവാണ്, എന്നെ വെട്ടാൻ വേണ്ടിയിട്ട് അക്ബർ ഇവനെ ഉപയോഗിക്കുകയാണ് എന്നൊക്കെ പറയണേ. എന്നിട്ട് ആദ്യം തന്നെ പണ്ട് അനുവിനെ ആ ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കില്ലേ, ആ സമയത്ത് ഞാൻ വെറുതെ അനുവിനെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ നീയും അക്ബറും എല്ലാം കൂടെ സംസാരിച്ച് വളച്ചൊടിച്ച് അതെന്തൊക്കെ ആക്കി. അക്ബർ എനിക്കെതിരെ കളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നീ എനിക്കെതിരെ കളിച്ചത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി എന്നിട്ട് അപ്പാനി പറയാം, എനിക്കത് മനസ്സിലാവുന്നുണ്ട് ചേട്ടാ, എനിക്ക് ചേട്ടനടുത്ത് ഒരു വ്യക്തി വൈരാഗ്യം ഒന്നുമില്ല, ഞാൻ അങ്ങനെ അക്ബറിൻ്റെ കൂടെയായിട്ടല്ല ഞാൻ കളിക്കണത് എന്നൊക്കെ പറയാം. അന്നിങ്ങനെ സംസാരം ഉണ്ടായി. ഇപ്പം നീ ആരാടാ എന്ന് കുറേ പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാനും തിരിച്ച് ചോദിച്ചു, അല്ലാതെ വേറെ ഒന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല, ആ ദേഷ്യത്തിൽ പറഞ്ഞാണെന്ന് പറയാം. എന്നിട്ട് പിന്നെ അപ്പാനി പുറകേ നടക്കട്ടെ, എന്തിനാണോ അപ്പോൾ ഇങ്ങനെ ഇത്രയും കാലം പിടിച്ച് പുറകെ നടക്കണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വീട്ടിൽ അത്ര ഓൾറെഡി എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആളായിരിക്കും. അപ്പോൾ പോയിട്ട് ഇങ്ങനെ കാണിച്ചപ്പം വീട്ടിൽ ഇനി അത് പ്രോബ്ലം ആവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടിച്ചിട്ടായിരിക്കും. ഇവർ പുറത്തും റിലേഷനുള്ള ആൾക്കാരാണെന്നുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും അപ്പാന് സോറി, കാലൊടിച്ച് മാപ്പ് പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. ദേഷ്യം വെക്കരുത്, വൈരാഗ്യം വെക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ പാവം കുറേ പുറകെ നടക്കുന്നുണ്ട്. ഇത്രയും ഒരു മനുഷ്യൻ പുറകെ നടക്കുമ്പോൾ ഒന്ന് ക്ഷമിക്കാവുന്നതൊക്കെ ഉള്ളൂ. ഇത് ഗെയിമിൻ്റെ ഒരു പാർട്ടല്ലേ. അതങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് അയാൾക്ക് ഈ ഹൗസിൻ്റെ അകത്തുള്ള കാര്യം വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇത് പേഴ്സണലായിട്ടുള്ള കാര്യം വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കളി പോലെ തോന്നുന്നു. അതാണ് സെക്കൻഡ് ബ്രേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ പണിപ്പുരിക്കുള്ള 2ാമത്തെ ടാസ്ക്കാണ് ആനിമൽ മാസ്ക് എന്നാണ് ടാസ്കിൻ്റെ പേര്. അതിനകത്ത് ഇങ്ങനെ കുറച്ച് ആനിമൽസിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 ടീമിലെ മെമ്പേഴ്സ്, അതിൽ ഒരു ടീമിലെ മെമ്പർ അവരുടെ സ്വഭാവത്തിന് അനുയോജ്യമായ ആനിമൽ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ പോയി നിൽക്കുക. മറ്റേ ടീം ഈ ആനിമലിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആളാരാന്ന് ഗസ് ചെയ്ത് പറയണം. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പോയിൻ്റ് കിട്ടും, അത് തെറ്റിപ്പോയാൽ മറ്റേ ടീമിന് പോയിൻ്റ് പോകും. അതായിരുന്നു കേട്ടോ ഗെയിം. അപ്പോൾ അതിനകത്ത് ശാരിക പാമ്പ്, ബിന്നി ഈച്ച, അപ്പാനി കാണ്ടാമൃഗം, ഒണീൽ കുറുക്കൻ, രേണു ആമ, നൂറ എലി, ഷാനവാസ് സിംഹം, ഗിസേൽ പട്ടി, ശൈത്യ ഓന്ത്, ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രേണു ആമയും നൂറ എലിയാണ് കറക്റ്റായിട്ട് ഗസ് ചെയ്തത്. പിന്നെ ടീം ബിക്കാണ് കേട്ടോ 2 പോയിൻ്റ് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ടീം വന്നു. അതിൽ അനീഷ് ഒറ്റക്കൊമ്പൻ, ആദില കഴുതപ്പുലി, പിന്നെ ശരിക കഴുത, അക്ബർ കഴുകൻ, അനു കൊതുക്, രേണ പൂച്ച, ആര്യൻ സിംഹം, അഭിലാഷ് അരണ, നവീൻ കുരങ്ങൻ. അങ്ങനെയാണ്. അതിൽ ആദില കഴുതപ്പുലി, അക്ബർ കഴുകൻ, ആര്യൻ സിംഹം, നവീൻ കുരങ്ങൻ, അങ്ങനെ 4 ഗസ് ചെയ്തു. അങ്ങനെ ടീം എ ആണ് ജയിച്ചത്. അപ്പോൾ ടീം എയിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റിനെ പണിപ്പുരയിലേക്ക് വിടാൻ വേണ്ടി സെലക്ട് ചെയ്യാം. അതിൽ ബിന്നിനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം അനീഷ് സംസാരമാണ്. ഈ ഇത് ഷാനവാസായിട്ട് സംസാരം. കഴുതാന്നുള്ളത് ശാരികയ്ക്ക് കഴുതാന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള കാരണം ധാരാളം ഭാരം ചുമക്കുന്ന ആളാണ്, പിന്നെ മനുഷ്യനായിട്ട് ഇണങ്ങിച്ചേരുന്ന ജീവിയാണെന്നൊക്കെ പറയാം. പക്ഷെ ഷാനവാസ് എന്തൊക്കെയാണ് ഈ പറയണത്? ആദ്യം തന്നെ നമ്മൾ കഴുതാന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തതെന്നാണ് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത്. ശാരികയ്ക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഇവർ പറഞ്ഞൊക്കെ വിശ്വസിച്ചിട്ട് ശരി അത് തന്നെ എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. അതല്ലായിരുന്നു വേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ശാരിക അനീഷിൽ വാദിക്കടാ, എനിക്ക് വേണ്ടി വാദിക്കടാ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ശാരികയൊക്കെ പറയാം. അത് ചുമ്മാ തമാശയ്ക്ക്. എനിക്ക് അനീഷ് ഓരോന്ന് പറയുമ്പോൾ നീ കഴുതേടാ എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് വെറുതെ ചിരിച്ച് അതിലൂടെ ഡാൻസ് കളിച്ച് ഇങ്ങനെ ചാടിച്ചാടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അനീഷ് എന്ത് പറഞ്ഞാലും അത്രയ്ക്കും കൂടെ സീരിയസ് ആക്കാറില്ല നമ്മുടെ ഷാനവാസ്.
ഗിസേൽ ഷാനവാസ് കൊണ്ട് സംസാരിക്കുകയാണേ. അപ്പോൾ ഗിസേൽ പറഞ്ഞു ഇന്നലെ ശാരികേനെ അറ്റാക്ക് ചെയ്തു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു അതെന്തിനാ അങ്ങനെ ചെയ്തത്, അവരുടെ പ്രൊഫഷൻ എന്ത് മോശമായിട്ടാണ് പറഞ്ഞത്, അതൊന്നല്ലോ അവരുടെ ചോറല്ലേ അന്നമല്ലേ എന്നൊക്കെ പറയട്ടെ. അങ്ങനെ പറയാൻ പാടുണ്ടോ? പിന്നെ നവീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ശാരിക അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നവീൻ്റെ കേസാണെങ്കിൽ ഇന്നലെ അക്ബർ എടുത്തോണ്ട് വന്നതാ, മറ്റേ നവീൻ എപ്പോഴും ഗിസേലിനെ കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് വന്നല്ലോ. അപ്പോൾ അത് വേറൊരു ലെവലിലേക്ക് പോകേണ്ടതായിരുന്നു. ഗിസേലടുത്ത് പറയാം ഷാനവാസ്, നീ അവിടെ അങ്ങനെ നിന്നുകൊണ്ട് അത് വേറെ ലെവലിലേക്ക് പോയില്ല, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആവുമായിരുന്നു എന്നൊക്കെ പറയട്ടെ. എന്നിട്ട് അപ്പം ഗിസേൽ അല്ല എനിക്ക് മനസ്സിലാവാത്ത, നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പരിചയമുണ്ട്, അപ്പാനെയും ഷാനവാസിനെ പറ്റി പറയാം, നിങ്ങൾക്ക് പേഴ്സണലി പുറത്ത് പരിചയമുണ്ട്, ഫ്രണ്ടാണ്, ശരിക്കുള്ള ഫ്രണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അകത്ത് വരുമ്പോൾ നമുക്കിവിടെ വേറെ ആരെയും പരിചയമില്ല, അപ്പോൾ മെൻ്റലി സപ്പോർട്ട് ഈ ഒരു ഫ്രണ്ടല്ലേ ഉള്ളൂ, അപ്പോൾ ഒന്നും കൂടെ എക്സ്ട്രാ ഫ്രണ്ട്ഷിപ്പല്ലേ ഉണ്ടാവേണ്ടത്, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നൊക്കെ ചോദിക്കുക. അപ്പം ഷാനവാസ് പറയും ഒരു 2 വീക്ക് എന്നെ അറ്റാക്ക് ചെയ്ത് എനിക്കിപ്പോഴാണ് ഒരു പിടിവള്ളി കിട്ടിയത്, ഇപ്പം എൻ്റെ കയ്യിലൊരു ആയുധമുണ്ട് എൻ്റെ അടുത്ത്, എനിക്കിപ്പോൾ സംസാരിക്കാൻ ഒരു ഇതുണ്ട്, ഇപ്പോൾ അവന് പേടിയുണ്ട്, ഇപ്പോൾ അവൻ എൻ്റെ പുറകെ വരണ കണ്ടില്ലേ, അപ്പം ഞാനത് വിട്ടുകൊടുക്കില്ല, ഞാൻ അവന് മാപ്പൊന്നും കൊടുക്കില്ല എന്ന് പറയാം. അപ്പം അത് എൻ്റെ ഗെയിമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ അക്ബർ ആക്ച്വലി അപ്പം മറ്റേ ഗിസേൽ പറയാം നമ്മുടെ അപ്പാനിക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല, അങ്ങനെ ആലോചിക്കാതെ കളിക്കുന്നത്, അക്ബറിന് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണെന്ന് പറയും. അത് തന്നെ അക്ബർ ഇവരെ കരുവാക്കാണ്, ഓരോ ആൾക്കാരെ വെട്ടാൻ വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ടാണ് അവൻ കളിക്കുന്നത്. ആദ്യം എന്നെ വെട്ടുക, പിന്നെ അനീഷിനെ വെട്ടുക, അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് അതാണ് അവൻ്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് പറയാനുണ്ട്. ഷാനവാസ് ഇങ്ങനെ നല്ലോണം ആലോചിച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ ഈ അപ്പാൻ്റെ അടുത്ത് ഇപ്പം ചെയ്യണത് അതൊരു കറക്റ്റായിട്ടുള്ള കളിയായിട്ട് തോന്നുന്നില്ല, പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. പക്ഷേ ഷാനവാസ് നല്ല പ്ലെയർ തന്നെയാണ്, അതിലൊരു തർക്കമില്ല അക്ബറും. പിന്നെ രാത്രി ഉണ്ട് നവീൻ നമ്മുടെ അനുവിനെ വിളിച്ചിട്ട് പറയാം, ഞാൻ രാവിലെ വെറുതെ അടി ഉണ്ടാക്കാൻ നിൽക്കണ്ട, അപ്പോൾ അനു നോക്കിക്കോ, ഞാൻ ഉടനെ തന്നെ ഒരു അടി ഉണ്ടാക്കും, നിൻ്റെ ഗിസേലുമായിട്ട് അടി ഉണ്ടാക്കും, എന്തിന് നോക്കിയപ്പോൾ എന്നെ യക്ഷിന്ന് വിളിച്ചു, ഞാൻ അവിടെ റൂമിൽ നിന്ന് ചിരിച്ചപ്പം എന്നെ യക്ഷിന്ന് വിളിച്ചു, ഞാൻ അതിന് നാളെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ദൈവം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ വേണ്ട, നമ്മൾ ഡാൻസൊക്കെ ആയിട്ട് കട്ടനൊക്കെ ഇടൂലേ, ഇടും, അതൊക്കെ കഴിഞ്ഞിട്ട് മതി, അല്ലാണ്ട് രാവിലെ എണീറ്റ് വന്നോട്ടനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എപ്പോൾ വഴക്കുണ്ടാക്കണം എന്നുള്ളതൊക്കെ ഒരു ടൈം ബുക്ക് ചെയ്തിട്ടൊക്കെ പോവുകയാണ്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. പിന്നെ BB+ കേട്ടോ, അതിനകത്ത് ആദ്യം തന്നെ കോഫിയുടെ ബോക്സ് കൊണ്ടായിട്ട് കുറച്ച് മുകളിലായിട്ട് വെച്ചേക്കാം. അപ്പോൾ ഈ നമ്മുടെ ഇതിന് അനുവിന് എത്തില്ലല്ലോ, ഹൈറ്റ് കുറവായതുകൊണ്ട് അനുവിന് എത്തില്ല. അപ്പോൾ അനു ആരും ഈ കോഫി ഇവിടെ കൊണ്ട് വെച്ചേക്കണേന്നൊക്കെ വെച്ചിട്ട് രാവിലെ തന്നെ ബഹളം. അപ്പം നവീൻ വന്നിട്ട് അതെടുത്ത് കൊടുക്കും. എടുത്ത് കൊടുക്കാത്ത ഇത് എന്തിനാ ഇത് മുകളിൽ കൊണ്ട് വെച്ചേക്കണം, നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചിട്ട് അതെപ്പോഴും മുകളിൽ കൊണ്ട് വെക്കണോ, താഴെ വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നവീൻ തിരിച്ച് അവിടെ തന്നെ വെക്കും. ഇനി നീ എന്തെങ്കിലും ചെയ്ത് കയറി ലാഡറിലോ വല്ലതും കയറിയിട്ട് നീ തന്നെ എടുത്തോ, ഞാൻ വെറുതെ എടുത്ത് തരാൻ വേണ്ടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറയാം. അപ്പം അനുവിന് ദേഷ്യം വേണ്ടിയിരിക്കുക, വെറുതെ എല്ലാം കിട്ടാൻ പാകത്തിന് വെക്കണ്ടേന്നൊക്കെ ചോദിക്കും. അപ്പോൾ അനീഷ് ആരായാലും അത് വെച്ചത് ശരിയായില്ല, ആരായാലും വെച്ചത് ശരിയായില്ല എന്നൊക്കെ പറയാം. അപ്പോൾ അഭിലാഷ് അത് ചോദിച്ച രീതി ശരിയല്ല, ഒരുമാതിരി അടിമകളുടെ പോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ഗിസേൽ അവൾ ഒന്നും മനുഷ്യന് പറയാൻ വയ്യ, അപ്പോഴേക്കും അത് കരയാൻ തുടങ്ങും. ക്രോക്കഡൈൽ ടീയേഴ്സ് അതിനെന്താ പറയുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ മുതലക്കണ്ണീരുന്ന് അവിടെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂർ സെക്ഷൻ ഉണ്ട്, പിന്നെ അകത്ത് പോയി പിന്നെ ബാക്കി പെണ്ണുങ്ങളെല്ലാം കൂടെ പോയി അതെല്ലാം സമാധാനിപ്പിച്ച് കൊണ്ടുവരും. എല്ലാ ദിവസവും ഇത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിസേൽ കളിയാക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അനു കിച്ചൺ സിങ്ങിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇത് എന്താണ് ഉപ്പുമാവില്ല അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആര് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം, നീ വലിയ ഷോ ഒന്നും കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ ഇറക്കിയിട്ട് ആര് നിന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അടുത്തത് മോർണിംഗ് ടാസ്ക്കാണ്. മോർണിംഗ് ടാസ്കിൽ ഈ ബിഗ് ബോസ് ഹൗസ് ഒരു കപ്പലായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ കപ്പലിന് മുങ്ങി താഴാൻ വേണ്ടി കാരണക്കാരനായിട്ടുള്ള ഒരാളും ഈ കപ്പലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാരണക്കാരനായിട്ടുള്ള ഒരാളും, അതാരൊക്കെയാണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതാണ് മോർണിംഗ് ടാസ്ക്. അപ്പോൾ അനീഷ് പറഞ്ഞിട്ട് മുക്കിക്കൊല്ലാനുള്ളത് ഷാനവാസും രക്ഷിക്കുന്നത് ആര്യനും. പിന്നെ ഷാനവാസ് മുക്കിക്കൊല്ലാൻ നോക്കണത് അപ്പാനി, രക്ഷിക്കാൻ നോക്കണത് ഗിസേൽ. അനു മുക്കിക്കൊല്ലാൻ നോക്കണത് അക്ബർ, രക്ഷിക്കാൻ നോക്കണത് അബി. അപ്പാനി മുക്കിക്കൊല്ലാൻ നോക്കണത് ഷാനവാസ്, രക്ഷിക്കാൻ നോക്കണത് അനീഷ്. നമ്മുടെ ശാരിക മുക്കിക്കൊല്ലാൻ നോക്കണത് അക്ബർ, രക്ഷിക്കാൻ നോക്കണത് അനീഷ്, അതും അനീഷ് കേട്ടോ. പിന്നെ അഭിലാഷ് മുക്കിക്കൊല്ലാൻ നോക്കണത് അനു, രക്ഷിക്കാൻ നോക്കണത് അനീഷ്, അതും. പിന്നെ ആദില നൂറ മുക്കിക്കൊല്ലാൻ നോക്കണത് ശാരിക, രക്ഷിക്കാൻ നോക്കണത് ആര്യ. പിന്നെ അക്ബർ മുക്കിക്കൊല്ലാൻ നോക്കണത് ശാരിക, രക്ഷിക്കാൻ നോക്കണത് ആര്യൻ. ശൈത്യ മുക്കിക്കൊല്ലാൻ നോക്കണത് അനു,
അവിടെ കാല് മറിയിട്ടാ അനു. പിന്നെ അതിൻ്റെ രക്ഷിക്കാൻ നോക്കുന്നത് ആര്യ. പിന്നെ രണ മുക്കിക്കൊല്ലാൻ നോക്കുന്നത് ശാരിക, രക്ഷിക്കാൻ നോക്കുന്നത് ആര്യൻ. രേണു മുക്കിക്കൊല്ലാൻ നോക്കുന്നത് അക്ബർ അതിന് പണ്ട് ദേഷ്യമുള്ളതാണല്ലോ. പിന്നെ രക്ഷിക്കാൻ നോക്കുന്നത് ആര്യൻ. ഗിസയിൽ രക്ഷിക്കാൻ മുക്കിക്കൊല്ലാൻ നോക്കുന്നത് അനു ആസ് യൂഷ്വൽ. രക്ഷിക്കാൻ നോക്കുന്നത് ആര്യൻ. പിന്നെ ആര്യൻ മുക്കിക്കൊല്ലാൻ നോക്കുന്നത് അനു, രക്ഷിക്കാൻ നോക്കുന്നത് ഗിസയിൽ. അങ്ങനെ ഓരോരുത്തരും ഓരോ പേരൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ശൈത്യ കാര്യം അറിയല്ലോ. എന്നിട്ട് ശൈത്യക്ക് പറഞ്ഞതിനിപ്പോൾ ഒരു വിഷമം പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അനുവിൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചിട്ട് അയ്യോ നിനക്ക് വിഷമമായോ? അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല, നിനക്ക് തോന്നിയായിരുന്നു നീ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ അഭിലാഷ് ഇന്നലെ വരെ അക്ബറിനെ കുറ്റം പറഞ്ഞു നടന്ന ആളാണ്. ഇന്നതേ ആള് മാറിയേക്കണമൊക്കെ. ഇപ്പോൾ അഭിലാഷ് ശരിക്കുള്ള സ്വഭാവം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്നൊക്കെ അനു പറയുന്നുണ്ട്. അപ്പാനും വന്നിട്ട് നമ്മുടെ അക്ബറിൻ്റെ അടുത്ത് സങ്കടം പറയാം. എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാൻ ഞാൻ ഇന്നലെ മുതൽ പറയാണ്, വിളിക്കുന്നില്ല. പിന്നെ നീ പറയുമ്പോൾ അവർ വിളിക്കാൻ പോവല്ലേ, അവർക്ക് അവരുടേതായ പ്ലാനും കാര്യങ്ങളൊക്കെ അല്ലേ, നീ അല്ലല്ലോ ഗെയിം സെറ്റ് ചെയ്യണത്. അവർക്ക് പ്ലാൻ അനുസരിച്ച് അവർ വിളിച്ചോളും. ഇപ്പം ആദ്യം സംസാരിക്കാൻ വേണ്ടി 3 പേരെ ഇന്നലെ വിളിച്ചിട്ടുള്ളൂ, ഇനി എത്ര ആൾക്കാരെ വിളിക്കാൻ കിടക്കുന്നു. അപ്പോൾ അവരെ ടൈം ആകുമ്പോൾ വിളിച്ചോളും, നീ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ സമാധാനിപ്പിക്കുകയാണ് അപ്പാനീനെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ചപ്പോൾ എന്താണ് അപ്പാനി എന്താ സംസാരിക്കാനുള്ളതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അപ്പാനിക്ക് ആകെ വിഷമമായി. ഇവിടെ ബിൻസി ആയിട്ടുള്ള കേസ് ഇവർ ഭയങ്കരമായിട്ട് പറഞ്ഞു മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണു. എനിക്ക് എൻ്റെ വൈഫിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം, അറ്റ്ലീസ്റ്റ് സൗണ്ടെങ്കിലും ഒന്ന് കേൾക്കണം. അപ്പം ഞങ്ങൾ വീഡിയോ ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല, എല്ലാവരും സേഫാണ്, ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ അങ്ങോട്ട് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. മറ്റേ അനുവിൻ്റെ അടുത്താണെങ്കിലും ഞാൻ ഭയങ്കര ഓവറായിട്ട് സംസാരിച്ചു. എനിക്ക് എൻ്റെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 2 ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ ആങ്കർ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണോ. ഒരു സങ്കടമായാൽ നിങ്ങൾ കരയണം, സന്തോഷം വന്നാൽ ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ആസ് യൂഷ്വൽ അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പം ആൾക്ക് സമാധാനം. പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് കരയണം. അപ്പോഴേക്കും നമ്മുടെ ബിന്നി, ഗിസേൽ, അക്ബറൊക്കെ വന്നിട്ട് സമാധാനിപ്പിക്കുക. ഫാമിലീനെ ഓർത്തിട്ടാണ് കരയുന്നത്. ബിന്നി പറഞ്ഞ ചേട്ടനിങ്ങനെ കരയണേണ്ട ഫാമിലിക്കൊക്കെ വിഷമാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ സമാധാനിപ്പിക്കും. പിന്നെ അതിനിട്ട് പിന്നെ ഓരോരുത്തരും ഈ ഇവർ സെലക്ട് ചെയ്ത ആനിമൽസിന് ഡൗട്ട് മറ്റേ ശാരിക എടുത്ത് പറയല്ലോ, കഴുതയുടെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ അതിനിട്ട് ഇത് നമ്മുടെ അക്ബറിനെ കഴുകൻ എന്നാണ് സെലക്ട് ചെയ്തത്. അല്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദിലേനെ കഴുതപ്പുലി എന്ന് പറഞ്ഞത് എന്താണ് എന്തോ അവർ നല്ല രീതിയിലാണ് അവരെടുത്തത്. പക്ഷേ മറ്റേ ടീം പറഞ്ഞത് വേസ്റ്റൊക്കെ തിന്നുന്നതെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ കഴുകൻ അക്ബർ പറഞ്ഞു ഞാനാണെങ്കിൽ ഇങ്ങനെ കുതിച്ചുയർന്ന് പറക്കണം എന്നുള്ള അതിലാണ് ഞാൻ കഴുകനെടുത്തത്. അപ്പോൾ അവർ പക്ഷെ പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാത്തിനും കൊന്നു തിന്നണം എന്നൊക്കെ ഉള്ള ശവന്തീനി എന്നൊക്കെ ആ മീനിങ്ങിലാണ് പറഞ്ഞതെന്ന് പറയാം. ഞാനിതൊക്കെ ഭയങ്കര നല്ലതാണെന്നൊക്കെ വിചാരിച്ച് എടുത്താന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തമാശ പോലെ പറഞ്ഞു. പിന്നെ അതിനിട്ട് അത്രയാണ് ഇത് ബിഗ് ബോസ് പ്ലസ്സിൽ അത് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് നാളത്തെ ഇനി വരാൻ പോണോ പ്രൊമോ എന്താണെന്നറിയോ, നമ്മുടെ ബിഗ് ബോസ് നിങ്ങൾ എത്ര ദിവസമായി എത്ര നാളെ ഈ ഒരേ ഡ്രസ്സിൽ നിങ്ങൾക്കൊരു മാറ്റമൊക്കെ വേണ്ട. അപ്പോൾ എല്ലാവരും ആ മാറ്റം വേണം, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നേടിയെടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. എന്നിട്ട് തയ്യാറാണോ എന്ന് ചോദിക്കുക. എന്നിട്ട് എന്താണ് എന്തും ത്യജിക്കാനുള്ള ഒരാൾ എന്താ പണിപ്പുര പ്രവേശനത്തിനായി 3ാമത്തെ റൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. എല്ലാവരും ഞെട്ടുന്നു, കരയുന്നു, അങ്ങനെ ഭയങ്കര എക്സ്പ്രഷൻസ് മാറി ഇടുന്നുണ്ട്. നാളെ എന്തൊക്കെ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല. എന്തായാലും അടിപൊളി എപ്പിസോഡായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഓരോ ദിവസം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സർപ്രൈസൊക്കെ നിറഞ്ഞ അടിപൊളി എപ്പിസോഡ്സൊക്കെയാണ്. എന്തായാലും നാളെ എന്താ സംഭവിക്കാൻ പോണത്, നാളെ എന്താണ് ഇവർക്ക് കിട്ടാൻ പോണത് 7ൻ്റെ പണി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡേ 17 ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.